സിറ്റിയിലൊക്കെ ലൈറ്റ് ഇട്ട് കാണുമ്പം ഭയങ്കര പ്രത്യേകതയാണ്. ബിൽഡിങ്ങിൻ്റെയൊക്കെ പുറത്താണ് ലൈറ്റ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. അകത്തുണ്ട്, പക്ഷെ സാധാരണ കാണാത്ത പോലെ പുറത്ത് നന്നായിട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രാത്രിയാകുമ്പം ബിൽഡിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിവിടെ സിറ്റിക്കകത്തുള്ള പാർക്കൊക്കെയാണ്, സീ സൈഡാണ്.
അവിടെ ഒരു മൂവ് ചെയ്യുന്നില്ല ഒരു മെഷീൻ, അത് ഓയിൽ, ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. മൂവ് ചെയ്യുന്ന ആ മെഷീൻ അവിടെ എല്ലാം ഒരുപാട് തന്നെ, അവിടെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഇവിടെ ധാരാളം ഓയിൽ കിട്ടുന്ന സ്ഥലമാണ്. ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ഷൻ നടത്തുന്നതാണ്. മറ്റേ സാധാരണ കടലിനകത്തല്ലേ പോയി എടുക്കുന്നത്. നല്ല ഓയിൽ ഫീൽഡാണ്. ഇവിടെ നമ്മൾ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഒരു റഷ്യൻ മാതൃകയിലാണ് പല കെട്ടിടങ്ങളും കാണുന്നത്. ലൈറ്റ് രാത്രിയാകുമ്പോൾ അതിൻ്റെ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത് ഏതാണ്ട് ആ ഒരു റഷ്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡിസൈനുകളാണ് കൂടുതലും കണ്ടത്. നമ്മൾ ബാക്കുവിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ബ്രിഡ്ജുകളൊക്കെ കാണുമ്പം ബ്രിഡ്ജിൻ്റെ സൈഡിലെല്ലാം കാസ്റ്റേണിൻ്റെ റെയിലിങ്സാണ് വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പല ഭാഗത്തും പല ഡിസൈനുള്ള കാസ്റ്റേണിൻ്റെ ഗ്രില്ലുകളാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മതിലുകളൊക്കെ കാണാൻ ഭയങ്കര പ്രത്യേകതയുണ്ട്. പല ഭാഗത്തും ഞങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയില്ല, കാരണം കടന്നു കഴിഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഒത്തിരി മതിലുകൾ, ഇങ്ങനെ പല ഡിസൈനിലുള്ള മതിലുകളൊക്കെ നമുക്കവിടെ കാണാം കടന്നു പോകുമ്പോൾ. അതുപോലെ തന്നെ ലൈറ്റ് ഈ ഓർ ബ്രിഡ്ജും ഒക്കെ വരുന്നിടത്ത് ഗ്രില്ലെല്ലാം സൈഡൊക്കെ ഈ കാസ്റ്റേണിൻ്റെ ഗ്രില്ലുകളാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതും പല പല ഡിസൈനുള്ളത് പല ഭാഗത്തായിട്ട് കാണാം. അതൊക്കെ ഒരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇത് ഈ ബിൽഡിംഗ് എവിടെ നിന്നാലും കാണാം അല്ലേ? ഈ ബാക്കു സിറ്റിന്ന് ചെറിയ സിറ്റിയാണ്.
വരൂ. ഞങ്ങൾ ബാക്കുവിൽ കണ്ട ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് പ്രായമായവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നിയില്ല. കാരണം നമുക്കൊരു വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല, ഒരു റാമ്പായിട്ടൊന്നുമില്ല. മുഴുവൻ പല ഭാഗത്തും സ്റ്റെപ്പുകളാണ്, അതും ധാരാളം സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാനുണ്ട്. ലിറ്റിൽ വെനീസ് എന്നറിയപ്പെടുന്നത് ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ വേ ഉണ്ടാക്കിയിട്ട് അത് ഒരു ബിൽഡിംഗ് നിൽപ്പുണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു കനാല് പോലെ ഉണ്ടാക്കിയിട്ട് ബോട്ട് അതിനകത്തൂടെ ഓടിക്കുകയാണ്. അതൊരു ലിറ്റിൽ വെനീസ് എന്ന് പറയാനൊക്കത്തില്ലെങ്കിലും അവർ അതിനെ ഒരു പ്രതിനിധാനം ചെയ്തിട്ട് അങ്ങനെയാണ് പറയപ്പെടുന്നത്. വലിയ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ ക്ലൈമറ്റൊക്കെ നല്ലതായതുകൊണ്ട് ഒരു രസം, അത്രയേ ഉള്ളൂ. ലിറ്റിൽ വെനീസ് എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നതും കാസ്പിയൻ സീയുടെ അരികിലായിട്ടാണ്. അപ്പം നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് ആ സൈഡിൽ കൂടെ ഒരു വലിയൊരു പാർക്ക് ഏരിയ പോലെയാണ്. അവിടെ നമുക്ക് നടന്ന് അതിനടുത്ത് തന്നെയാണ് ഒരു മോളുള്ളത്. ഏതാണ്ട് നമ്മുടെ ഒരു ഓപ്പറ ഹൗസിൻ്റെ ഒരു ചെറിയ ആ ഒരു സ്റ്റൈലിലൊരു ഡിസൈൻ പോലത്തെ ഒരു മോളുണ്ട്. അപ്പോൾ അവിടുന്ന് സൈഡിൽ കൂടെ നമുക്ക് നടന്ന് ആ മോളിലൊക്കെ പോകാൻ പറ്റും. അവിടെ വരുന്നവരൊക്കെ മിക്കവാറും ആ മോളിലൊക്കെ കയറി കുറച്ച് ഷോപ്പിംഗൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത്. ഇന്നത്തെ ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി നിന്നു. അപ്പോൾ ബസ് വരാൻ കുറച്ച് ലേറ്റായി. കാരണം ബസ്സിന് എന്തോ ചെറിയൊരു തകരാറ് വന്നതുകൊണ്ട് അതൊക്കെ റിപ്പയർ ചെയ്ത് വന്നപ്പോൾ കുറച്ച് സമയം പോയി. രാവിലെ ബസ് വരാൻ ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ കാസ്പിയൻ സീയുടെ സൈഡിലായിരുന്നതുകൊണ്ട് എല്ലാവരും അതിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് ബസ് വന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ അവിടെ ഒരു ലോക്കൽ മാർക്കറ്റുണ്ട്, അങ്ങോട്ടാണ് പോയത്. അപ്പം അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വന്നപ്പം കുറച്ച് സമയം പോയി. കാരണം ഞങ്ങൾക്ക് 12 മണിയാകുമ്പോഴത്തേക്കും അവിടുന്ന് എയർപോർട്ടിലോട്ട് പോകേണ്ടതാണ് ലഞ്ചും കഴിഞ്ഞിട്ട്. അപ്പം കുറച്ച് നേരം കിട്ടി. അത് ഒന്ന് ഓടിച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് എല്ലാവരും ബസ്സിൽ കയറി നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിലോട്ട് വന്നു. ഇതൊക്കെ ഷോളുകൾ, നല്ല ഊളിൻ്റെ ഷോള് 10 മഞ്ഞത്ത്. ആ അത് ഇതാ റിയൽ ഇതാ നൂളാ. ബാക്കു എയർപോർട്ടിൽ വന്നു. അവിടുത്തെ ഡിപ്പാർച്ചർ ഏരിയയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് അങ്ങനെ ഹട്ടുകൾ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്തു.
പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് ഷാർജ വഴിയാണ് തിരിച്ചു പോകുന്നത്. ഷാർജ ടു കൊച്ചിൻ.